പണ്ടൊക്കെ ഒരു മനുഷ്യൻ ഇവിടെ ഇല്ലായത്, ഇവിടെ വന്ന് ഒരു മനുഷ്യനെ കാണാൻ കൊതിച്ചിട്ടുണ്ട്. ഇത് കണ്ടു ഇപ്പോഴത്തെ അവസ്ഥ. എൻ്റെ മോനെ. ബെഞ്ചാരോ വ്ളോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു വ്യത്യസ്തമായ വീഡിയോയുമായി നമ്മുടെ വാഗമണ്ണിൽ നിന്നാണ്. വാഗമണ്ണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അല്ലേ എന്തൊക്കെയായിരിക്കും അവിടെ ഉള്ളതെന്നൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് പൈൻ വാലിയിലേക്ക് പോവാണ്. ഇന്ന് പൈൻ വാലിയിലെ വ്യത്യസ്തമായ കുറച്ച് വീഡിയോ ആണ്. നമ്മുടെ മനു കൂടെയുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയി ബാക്കിയെല്ലാം കണ്ടിട്ട് വരാം അല്ലേ. അപ്പോൾ ഞങ്ങൾ നേരെ വീഡിയോയിലേക്ക്. ഓക്കെ. അവിടുന്ന് കുരിശുമലയിലേക്ക് 8 കിലോമീറ്റർ, മൊട്ടക്കുന്നിലേക്ക് 2.5, പൈൻ വാലിയിലേക്ക് 1. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ധാരാളം കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇന്നും നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ. നമ്മുടെ പൈൻ വാലിയിലേക്കുള്ള വഴി കണ്ടോ എൻ്റെ മോനെ. പണ്ടൊക്കെ ഒരു മനുഷ്യൻ ഇവിടെ ഇല്ലായത്, ഇവിടെ വന്ന് ഒരു മനുഷ്യനെ കാണാൻ കൊതിച്ചിട്ടുണ്ട്. ഇത് കണ്ടു ഇപ്പോഴത്തെ അവസ്ഥ. എൻ്റെ മോനെ കണ്ടോ. സത്യം പണ്ട് വരുമ്പോണ്ടല്ലോ ഇവിടെയൊക്കെ ഒരു മനുഷ്യന്മാരല്ലേ വീടുകളിലൊന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു. കാറ്റടിച്ച് വീണ് പോയതാ. എന്താണ് മനു നമ്മുടെ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇവിടെ ആണെങ്കിലല്ലോ മനുഷ്യന്മാരെ കൊണ്ട് നടക്കാൻ പറ്റില്ല, കൂട്ടിയിടിക്കുക അമ്മാതിരി ആളാ. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും താമസം ഇങ്ങോട്ട് പൈൻ വാലിയിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. മനു എങ്ങനെയുണ്ട് നമ്മുടെ പൈൻ വാലിയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു. പൈൻ വാലിയെ കുറിച്ചോ? ഈ പൈൻ വാലിയുടെ ഒരു വലിയൊരു ഇതിനൊരു സൗണ്ട് ഉണ്ട്. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ പൈൻ വാലിയുടെ ഒരു നല്ലൊരു മൂളലുണ്ട്. അത് കേൾക്കാൻ ഭയങ്കര രസമാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ഒട്ടും അത് കേൾക്കാൻ പറ്റത്തില്ല. മനുഷ്യന്മാർ ചറവറ എന്നുള്ള സംസാരം മാത്രമേ അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു മൂളൊരു പോലെ അവ കേൾക്കാൻ പറ്റും. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഈ പൈൻ വാലി വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് ആ സംഭവമാണ്. ആ ഒരു കേൾക്കാനുള്ള സൗണ്ടും പിന്നെ ഈ കാണുന്ന ഈ സംഭവം, പിന്നെ ഒരു ചെറിയൊരു തണുപ്പും കാര്യങ്ങളും. ഒന്നും പറയണ്ട, നമ്മുടെ പൈൻ വാലി എൻ്റെ പൊന്നെ. ആ പൈൻ വാലി മുഴുവൻ ഓരോ മരം കണ്ടോ, ഈ മരത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ കണ്ടു. അപ്പുറത്താര കിടന്ന് കരയുന്നുണ്ടല്ലോ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ കേട്ടോ പൈൻ വാലിയും കാര്യങ്ങളുമൊക്കെ. അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. നിങ്ങൾ കുടുംബത്തോടുകൂടി വരണം. ഇതൊക്കെ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ കാണിച്ച് വയ്ക്കണം കേട്ടോ. ഇതൊക്കെ നല്ലൊരു സംഭവം തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ ഇത്രയും അടുത്ത് ഉള്ളൊരു സ്ഥലമാണ്. ഇത്രയും ഭംഗിയുള്ള സ്ഥലം നമ്മുടെ കേരളത്തിലുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വന്ന് കാണുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇത് ഏകദേശം ഒരു 150 വർഷം പഴക്കമുള്ള അത്രേ ഉള്ളൂ.
നട്ടത് ആരാ നല്ല എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ? അത് ഈ പൈൻ മരങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ പൊട്ടിക്കീറിയാണ്. അല്ല, ഏതെങ്കിലും പൈൻ മരം ഇതുപോലെ പൊട്ടിക്കീറാൻ നിൽപ്പുണ്ട്. ചുമ്മാ തെള്ളും നിനക്ക് ഞാനോർത്ത് നമ്മുടെ നാട്ടിലേ ഉള്ളു ഇത്രയും വലിയ തെള്ളുകാരന്. ഇത് ഇവിടെ വന്നിട്ട് വാഗമണ്ണ് വന്നിട്ട് തെള്ളു കേട്ടോ. ഒഴിഞ്ഞു പോകട്ടോ, ഒരെണ്ണം പോലും വെക്കുന്നില്ല. എന്തുമാത്രം പോകും. പൈൻ മരത്തിൻ്റെ അവിടെ നിന്ന് അകത്തോട്ടൊരു വഴിയുണ്ട് കേട്ടോ. നമ്മൾ പെരുകി അങ്ങോട്ട് പോയി നോക്കുക, അവിടെ എന്തെങ്കിലും കാണാനുള്ള പുതിയ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. അടിപൊളി. ഇവിടെയും സെയിം ഒരു സംഭവമുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് നിങ്ങൾ അവിടുന്ന് ആ എൻട്രൻസ് വഴി തന്നെ അകത്തോട്ട് കയറിയിട്ട് റൈറ്റിലോട്ട് തിരിഞ്ഞ് വരുവാണെന്നുണ്ടെങ്കിൽ ഇതുവഴി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത പറമ്പിൽ ഇതുപോലെ തന്നെ വീണ്ടും ഒരു പൈൻ മരം. എൻ്റെ മോനെ, കേട് പൈൻ മരം കേട്ടോ. ഇവിടെ നമ്മൾ കണ്ട പൈൻ മരം ഒന്നുമല്ല. ഇവിടെ അതിലും വെടിക്കെട്ട് പൈൻ മരം കേട്ടോ. ഇവിടെ എൻ്റെടാ, ഇത്രയും കാലം വന്നിട്ട് ഈ പൈൻ മരം അത്രയും മനുഷ്യരവിടെ ചുമ്മാതെ തിക്കി ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ദേ ഇവിടെ അതിവിശാലമായ പൈൻ മരം. ഇത് കണ്ട എൻ്റെ മോനെ, ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല. അവിടുന്ന് ഒരു ജസ്റ്റ് ഒരു ഇടയ്ക്കൊരു കാട് പോലെ ഉണ്ട്. ആ കാട്, ആ ഒരു ചെറിയ കാടെന്ന് പറയാൻ പറ്റത്തില്ല. അവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് എൻ്റെ മനു അല്ല മനു, ഒരു കാടെന്നൊന്നും പറയാനില്ല. ചെറിയൊരു കുറച്ച് മരങ്ങൾ നിൽപ്പുണ്ട്. ഈ പൈൻ മരമായിട്ട് ചെറിയൊരു താഴോട്ടൊരു കാട് പോലെ ഉണ്ട്. അപ്പോൾ ആ സംഭവം ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ദേ അവിടുത്തെ കാടി വെടിക്കട്ടെ പൈൻ മരം. ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല. ഇത് ഭയങ്കരമായി പോയി കേട്ടോ. ഇതറിയാൻ വയ്യാത്ത ആരെങ്കിലുണ്ട്. നിങ്ങൾ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ, അത്രയും ജനം അവിടെ തിങ്ങിക്കൂടിയിരിക്കുകയാണ്. എന്നാൽ ആ മനുഷ്യർ ഇങ്ങോട്ടൊന്ന് കയറിയിരുന്നെങ്കിൽ ഇവിടെ വന്നിരിക്കത്തില്ലായിരുന്നു. അത്രയും തിരക്ക് അവിടെ കുറയ്ക്കാം. ഈ കൊറോണയുടെ സമയത്ത് ഞങ്ങൾ ആ സൈഡ് വഴി പെട്ടെന്ന് പോയി താഴെ പോയിട്ട് ഞങ്ങളിങ്ങനെ കയറി പോരുമായിരുന്നു. അവിടെ നിൽക്കാൻ പോലും നമുക്ക് തോന്നിയില്ല, കാരണം അതുപോലെ ആളാണ്. നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് ഇത് ചെയ്യാതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ഒരു സംഭവം തന്നെ ഉണ്ട്. ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള നല്ലതായിട്ട് കിടക്കുകയാണ്. ഒരു കുഴപ്പമില്ലാത്തൊരു സ്ഥലം. ഇവിടെ ഇത്രയും നല്ല തെളിഞ്ഞ സ്ഥലമുള്ളപ്പം അവിടെ കിടന്ന് മനുഷ്യൻ തിങ്ങിക്കൂടുകയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ അത്രയും കലുവില സൗണ്ടാണ്, സംസാരവും കാര്യങ്ങളുമൊക്കെ. അത് കാരണം അവിടെ ഒന്നും കേൾക്കത്തില്ല. ഇവിടെ കണ്ടോ, ചെറിയൊരു മൂളൽ പോലെ വരുന്നേ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഈ മൂളലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പണ്ട് ഞങ്ങളിവിടെ വന്നിരിക്കുമ്പോഴൊക്കെ അതുപോലുള്ള മൂളൽ സംഭവമൊക്കെ ഇവിടെ ഉണ്ടായത്. ചെറിയൊരു സംസാരവും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴത്തേന് അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു മൂളലും കാര്യങ്ങളും ഒന്നും പറയണ്ട എൻ്റെ മക്കളെ. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ മോനെ, ഞങ്ങളിവിടെയൊക്കെ വന്ന് കിടന്ന് ഇഷ്ടംപോലെ കുട്ട കളിച്ചിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടി ധാരാളം വന്ന് തകർത്തിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ പൈൻ വാലി, വാഗമണ്ണിലെ പൈൻ വാലി. ഇവിടെ വരുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പുല്ലയിലൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ തന്നെ അങ്ങ് പോകും കേട്ടോ. ഒരു രക്ഷയില്ല. നല്ല ക്ലേസിങ് ഉള്ളതുകൊണ്ട് ചവിട്ടി കഴിഞ്ഞാൽ കൊണ്ട് പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കടന്ന് ഇതുവഴി ഓടാനും ചാടാനും ഒക്കെ.
എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല കേട്ടോ. എൻ്റെ വെഡ്ഡിങ് ഷൂട്ടൊക്കെ ചെയ്തത് നമ്മുടെ വാഗമണിലായിരുന്നു. വാഗമണ്ണും കുട്ടിക്കാനും ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ. ഒന്നും പറയണ്ട. ഒരു കാലം, അതൊക്കെ ഒരു കാലം. ആ ഒരു സൗണ്ട് കിട്ടുന്നുണ്ടോ നോക്കിയേ? കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ ഒരു സൗണ്ട് ഉണ്ടെന്ന്. അതാണ് ആ ഒരു സൗണ്ടാണ് അവിടെ കേൾക്കാൻ പറ്റാത്തത് കേട്ടോ. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ആ സൗണ്ട് കേൾക്കാൻ പറ്റും. വേണ്ട വേണ്ട ചാടിക്കോ. ഇവിടെ 2 മച്ചാന്മാരിക്കും. നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? ഞങ്ങൾ കോട്ടയം. കോട്ടയം. എങ്ങനെയുണ്ട് നമ്മുടെ പൈൻ വാലിയൊക്കെ? സൂപ്പർ. വേറെ എവിടെയെങ്കിലും പോയോ? ഇല്ല, വന്നേ ഉള്ളൂ. ഓക്കെ. നമ്മളിവിടെ കുറച്ച് മച്ചന്മാരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എവിടുന്ന? ഇരേറ്റുവേട്ടാ. ആ, എങ്ങനെയുണ്ട് നമ്മുടെ പൈൻ വാലിയൊക്കെ? പൊളി. ഓക്കെ. നമ്മുടെ വാഗമണ്ണ് വന്ന് നമ്മുടെ പൈൻമരക്കാട് മുഴുവൻ കണ്ടു. അവിടെ ജനത്തിൻ്റെ തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്ക്. ആ ഒരു തിരക്കും വേണ്ട കേട്ടോ. നിങ്ങളത് തൊട്ടിപ്പെടും അങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെയുള്ള ആ റൈറ്റ് മേളിൽ നിന്ന് തന്നെ റൈറ്റിലേക്ക് തിരിഞ്ഞ് വരുമ്പോഴത്തേനുള്ള ഈ ഒരു പൈൻകാടിലേക്ക് വരിക. കുറച്ചിങ്ങോട്ട് വന്നാൽ മതി. കുറച്ചിങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേന് ആ ഒരു ചെറിയ തോട് പോലെ ഉണ്ട്. അതുവഴി ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പൈൻമരക്കാട്ടിൽ വരാം. ഇവിടെ വന്ന് നിന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല കേട്ടോ. അവിടെ അത്രയും തിരക്ക് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതാരും കാണാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല. ഇങ്ങനെ ഒരു സംഭവം കൂടെ നമ്മുടെ പൈൻകാട്ടിലുണ്ടെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ വരിക, നിങ്ങളിവിടെ വന്ന് വിശ്രമിക്കുക, കാര്യങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതുപോലുള്ള ഇങ്ങനൊരു സംഭവം കൂടെ ഉണ്ടെന്നുള്ളത്. ആരും വന്ന് അവിടെ ഈ കൊറോണ സമയത്തൊന്നും വന്ന് അവിടെ ഇരുന്ന് ആകെ കൊറോണ ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സൈഡ് വഴി വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് മാറി ഇരിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ. അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോയുമായി, ഇതുപോലുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളുമായി, ഇതുപോലെ വ്യത്യസ്തമായ ആരും ചെയ്യാത്ത വ്യത്യസ്തമായ സംഭവങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കല്ല. ഇൻസ്റ്റാഗ്രാമിൽ അടിപൊളി ഫോട്ടോകളൊക്കെ ഇടുന്നുണ്ട്, നിങ്ങൾ കാണുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബായ്. ഇത് കണ്ട ഇത് രസമുണ്ടല്ലേ? ആ, കാറ്റടിക്കുമ്പോൾ ഒടിഞ്ഞു വീഴുന്ന ഇത് കണ്ട മക്കളെ. പൈൻ വാലിയുടെ മുള്ളു പോലെ ഇരിക്കുന്നേ സംഭവം. എങ്ങനെ എങ്ങനെ ജഗതി എന്നെ പറഞ്ഞു പറ. ഇതൊരു മുള്ളു പോലെ അല്ലേ? ഒരു മുള്ളു പോലെ അല്ലേ? ജഗതി എന്നെ പറഞ്ഞെന്ന് പറഞ്ഞില്ല. യൂക്കാലിപ്റ്റസ് മരങ്ങൾക്കിടയിൽ 2 യുവമിഥുനങ്ങൾ. യെസ്.